ഹലോ, എ വെരി വാം വെൽക്കം. 2020 സാഹിത്യ അക്കാദമി വിന്നർ അനാമികയുടെ ഒരു പോയിട്രിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാസ്തവത്തിൽ ഈ പോയം ഞാൻ കഴിഞ്ഞ വർഷം ലോക്ക്ഡൗൺ സമയത്ത് അപ്ലോഡ് ചെയ്തിരുന്നു. എന്നിരുന്നാലും ഈ പോയത്തിലെ ചില വാക്കുകൾ, അവരുപയോഗിക്കുന്ന ചില കൊളോക്കിയൽ വേർഡ്സ് അന്ന് എനിക്കത്ര ഗ്രാഹ്യമില്ലായിരുന്നു. എന്നാലും സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, ഓൺലൈൻ മോഡിൽ അപ്ലോഡ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാനിതിനെ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അവരുമായിട്ട് ഫോണിൽ സംസാരിക്കുകയുണ്ടായി. അവരൊരു കണ്ടംപററി റൈറ്ററാണ്. ബൈ പ്രൊഫഷൻ ഷീസ് ഇംഗ്ലീഷ് പ്രൊഫസർ. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കീഴിലുള്ള സത്യവതി കോളേജിലൊരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്. എഴുതുന്നത് ഹിന്ദിയിലാണ്. അപ്പോൾ ഇവർക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് തന്നെ ഒരു വലിയ ചരിത്രമാണ്. കാരണം നമുക്കറിയാം, സാഹിത്യ അക്കാദമി ലിറ്ററേച്ചറിൻ്റെ ഫീൽഡിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളെ ഓണർ ചെയ്യാനാണ് സാഹിത്യ അക്കാദമി അവർക്ക് കൊടുക്കുന്നത്. Sahitya Academy Award, as you all know, is a literary honor in India, annually conferred by the Sahitya Academy situated in New Delhi. It's India's National Academy of Letters to honor and appreciate the most outstanding books of literary merit. പക്ഷേ ഒരു കവയിത്രിക്ക് ആദ്യമായിട്ടാണ് ഈ സാഹിത്യ അക്കാദമി ഫോം ചെയ്ത് ഏകദേശം 65 വർഷമായി. ഈ 65 വർഷത്തിൽ പല സ്ത്രീകൾക്കും സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കവയിത്രിക്ക് ആദ്യമായിട്ടാണ് ഇത് കിട്ടുന്നത്. കവിതയ്ക്ക് വേണ്ടി സ്ത്രീകൾക്ക് ആദ്യമായിട്ടാണ് അനാമികയ്ക്ക് 2020 സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അവരൊരു ഫെമിനിസ്റ്റാണ് എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം അവരുടെ മിക്ക കവിതകളും മിക്ക രചനകളും ഒരു ഫീമെയിൽ ടച്ച് ഉള്ളതാണ്. അതൊരു പുരുഷ മേധാവിത്വത്തിന് എതിരെ നിൽക്കുന്ന ഒരു ഫെമിനിസം അല്ല അവരുടേത്. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ട്. അത് കവിതയിലൂടെ വളരെ മനോഹരമായി എഴുതിക്കാട്ടിയ ഒരു കവയിത്രിയാണ് അനാമിക. ചെറിയ ചെറിയ വിഷയങ്ങളാണ് അവരെടുക്കുന്നത്, വലിയ ലോകകാര്യങ്ങളൊന്നും അല്ല എടുക്കുന്നത്. പക്ഷേ ഫീമെയിലിന് മാത്രം അനുഭവവേദ്യമായ ചില ഇഷ്യൂസാണ് അവർ റേസ് ചെയ്യുന്നത്. അതാണ് അവരെ വേറിട്ട് നിർത്തുന്നത് തന്നെ. അപ്പോൾ അവരുടെ ബേജക, സ്ത്രീയാം, ഈ 2 പോയിട്രീസ് വളരെ മനോഹരമായിട്ടുള്ള പോയിട്രീസാണ്. അത് ഈ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഈ മൂന്നാമത്തേത് അവരുടെ പോയിട്രി മോസിയ എന്ന് നമുക്ക് പറയുമ്പോൾ കുഞ്ഞമ്മമാർക്ക് വേണ്ടി ഒരു കവിത എഴുതുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇറ്റ് സെൽഫ്. അത് ഒരു ബൃഹത്തായ ഒരു സമ്പ്രദായമാണ് നമ്മുടെ ഒരു ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത്, ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം. അച്ഛൻ, അമ്മ എന്ന് മാത്രമല്ല, അച്ചമ്മ, അമ്മമ്മ, അപ്പൂപ്പൻ, കുഞ്ഞമ്മ, അപ്പച്ചി, മാമൻ, മാമി, അങ്ങനെ ബന്ധങ്ങൾ ഒരുപാട്. എല്ലാ ബന്ധങ്ങൾക്കും നമ്മൾ വേറെ വേറെ പേര് കൊടുക്കും. കാരണം നമ്മളെല്ലാത്തിനും ഒരു അങ്കിൾ, ആൻറ്റി അല്ലെ ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ എന്നിൽ ഒതുക്കുന്നതിനേക്കാളും നമുക്ക് ഓരോ ബന്ധത്തിനും, ഇപ്പോൾ മാമൻ എന്ന് കേൾക്കുമ്പോൾ, നമുക്ക് അമ്മയുടെ സഹോദരൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വികാരം അതല്ല നമ്മൾ ചിറ്റപ്പൻ എന്ന് കേൾക്കുമ്പോൾ, അച്ഛൻ്റെ സഹോദരൻ എന്ന് കേൾക്കും. അപ്പോൾ ഓരോ ബന്ധത്തിനും ഓരോ ഊഷ്മളത കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ കുഞ്ഞമ്മമാരുടെ വരവ്, കുഞ്ഞമ്മമാർ അല്ലെങ്കിൽ അപ്പച്ചിമാർ, ഇവരൊക്കെ ധാരാളം വീടുകളിൽ വരുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ വന്ന് സ്റ്റേ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കാണെങ്കിലും അവരുടെ ആ വരവ് നമ്മുടെ കുടുംബത്തിന് എത്രമാത്രം ഉന്മേഷം പകർന്നിരുന്നു. അത് ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ 20ാം നൂറ്റാണ്ട് വന്നതിന് ശേഷം ബന്ധങ്ങളെല്ലാം നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറി. നമുക്ക് അങ്ങോട്ട് പോകാനോ അവർക്ക് ഇങ്ങോട്ട് വരാനോ ഒക്കെ ആർക്കും സമയമില്ലാതായി. അപ്പോൾ ഇങ്ങനെ സമയമില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയിൽ കവയിത്രി ഈ കുഞ്ഞമ്മമാരെ ഓർക്കുകയാണ്, അവരുടെ വരവ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഗർഭവതിയായിട്ടിരിക്കുന്ന അവസ്ഥ, അതും ആദ്യത്തെ ഗർഭാവസ്ഥ. ആ സമയത്തൊരു പെൺകുട്ടിക്ക് വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന, ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള വളരെയധികം വ്യത്യാസങ്ങളും ടെൻഷനും ഉണ്ടാവുന്ന ഒരു നിമിഷമാണ്. അത് കുടുംബത്തിലുള്ളവരുമായിട്ട് തുറന്നു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും കുഞ്ഞമ്മമാർ വന്ന് സോൾവ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മീനോപോസിലെത്തി നിൽക്കുന്ന, ഒരു 40-50കളിലെത്തി നിൽക്കുന്ന സ്ത്രീകൾക്കും ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ആക്ച്വലി ആ സ്റ്റേജിലുള്ള സ്ത്രീകളുടെ ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ അവർക്ക് വരുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള വ്യത്യാസം ആരും തന്നെ വലിയ മൈൻഡ് ചെയ്യാറില്ല. കാരണം ആ സമയത്തെ സ്ത്രീ എന്ന് പറയുമ്പം ഒരു കുടുംബിനിയാണ്. മക്കളുടെ കാര്യം, കൊച്ചുമക്കളുടെ കാര്യമൊക്കെ നോക്കി നടക്കുമ്പോൾ സ്വയവും അത് ചിന്തിക്കുന്നില്ല, മറ്റുള്ളവരും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല.
പക്ഷെ ഇങ്ങനെ സ്ത്രീകളിൽ ശ്രദ്ധിക്കപ്പെടാത്ത വിഷയങ്ങളിലേക്ക് ശ്രദ്ധ പതിക്കുകയാണ് കവയത്രി അനാമിക. നമുക്ക് നേരെ കവിതയിലേക്ക് പോകാം. വേ ബാരിഷ് മേ ധൂപ് കി തറ ആത്തി ഹൈ, തോടെ സമയ കെ ലിയേ ഓർ അച്ചാനക്. ഈ കുഞ്ഞമ്മമാർ മഴ പെയ്തതിന് ശേഷം നമുക്ക് വെയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖമാണ്. എന്നും വെയിലുള്ളപ്പോൾ പോലല്ല, അല്പം മഴ പെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു ഇളം വെയിൽ വരുമ്പോൾ ഉള്ള അതിൻ്റെ ആ ഒരു സുഖം, അതുപോലെയാണ് കുഞ്ഞമ്മമാരുടെ വരവ് വീട്ടിലേക്ക്. തോടെ സമയ കെ ലിയേ ഓർ അച്ചാനക്, അച്ചാനക് ആത്തി ഹൈ, പെട്ടെന്നാണ് അവരുടെ വരവ്, കുറച്ച് സമയത്തേക്കായിരിക്കാം. ഹാത്ത് കെ ബുനെ സ്വെറ്റർ, ഇന്ദ്രധനുഷ്, തിൽ കെ ലഡ്ഡു ഓർ സധോർ കി സാഡി ലേക്കർ. എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്? കുഞ്ഞു കുഞ്ഞു സ്വെറ്റേഴ്സ് തയ്ച്ച് കൊണ്ടുവരും. കാരണം നോർത്തിലൊക്കെ പതിവാണ്, കുഞ്ഞ് ജനിക്കാൻ പോകുമ്പം കുഞ്ഞിന് വേണ്ടിയുള്ള എല്ലാ സോക്സും തൊപ്പിയും ഉടുപ്പും എല്ലാം അവരാദ്യമേ ഒരു ബാസ്ക്കറ്റിൽ കരുതി വെക്കും. നമ്മുടെ ഇവിടെ നമ്മുടെ കൾച്ചറിൽ നമ്മളൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അങ്ങനത്തെ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതെന്തോ അശുഭമാണെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അവിടെ അങ്ങനെയല്ല, അവരത് നേരത്തെ സമയകാലത്തെ എല്ലാം ചെയ്തു വെക്കും, ബാസ്ക്കറ്റ് റെഡിയാക്കി വെക്കും ഹോസ്പിറ്റലിൽ പോവാൻ. ഇന്ദ്രധനുഷ് കി തര ആത്തി ഹേ, ഒരു റെയിൻബോ എങ്ങനെ 7 നിറങ്ങൾ വിരിച്ച് നമ്മളെ മനോഹരമായിട്ടിങ്ങനെ, പെട്ടെന്നാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്, പെട്ടെന്ന് പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഫീലാണ് കുഞ്ഞമ്മമാരുടെ വരവ്, ഒരു റെയിൻബോ ഫീലാണ്. തിൽ കെ ലഡ്ഡു, എള്ളുണ്ടകൾ കൊണ്ടുവരും. കാരണം ഒരു ഗർഭിണി അങ്ങനത്തെ പലഹാരങ്ങൾ കഴിക്കണമെന്നാണ് സുഖപ്രസവത്തിന്. അപ്പോൾ തിൽ കെ ലഡ്ഡു ലേക്കർ ആത്തി ഹേ ഓർ സധോർ കി സാഡി ലേക്കർ ആത്തി ഹേ ഝൂല ഝുലാനെ. അതുപോലെ ഈ ഗർഭവതിയാണെന്നറിയുന്ന പെൺകുട്ടിക്ക് വളരെയധികം നമ്മൾ പാമ്പർ ചെയ്യാറുണ്ട്, തൻ്റെ ഇഷ്ടങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീ എപ്പോഴും നല്ല മ്യൂസിക് കേൾക്കണം, നല്ല വർത്തമാനം കേൾക്കണം, അതിന് ഇഷ്ടമുള്ള ആഹാരം നമ്മൾ വെച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് ആഗ്രഹം. ഈ ആഗ്രഹങ്ങളിലെല്ലാം, ഗർഭിണിയുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മൾ നിരസിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ ഈ ആഗ്രഹങ്ങളെല്ലാം ഇവരൊരു സാരിയിൽ പൊതിഞ്ഞിട്ടാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ആ സാരീനെയാണ് ഇവർ സധോർ കി സാഡി എന്ന് പറയുന്നത്. എന്നിട്ട് ഈ പെൺകുട്ടിയെ ഊഞ്ഞാലാട്ടും മെല്ലെ, വളരെ എന്ന് വെച്ചാൽ മനസ്സിന് സന്തോഷം നൽകുന്ന. കാരണം ഒരു അമ്മയാകുകയാണ് ആ കുട്ടി, ഒരു കുട്ടിക്ക് ജന്മം നൽകുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ മാനസികാവസ്ഥ വളരെ നല്ലതായിരുന്നാലേ, ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നാലേ ആ കുഞ്ഞിനും അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാവരും വളരെ കുടുംബത്തിലെല്ലാവരും വന്ന് ഈ വിശേഷം അറിഞ്ഞു വന്ന്. और आती है झूला झुलाने, പെഹലി മിത്ലി കി ഖബർ പാക്കർ. പെഹലി മിത്ലി എന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ ഗർഭിണി ഛർദ്ദിക്കുമ്പം, വൊമിറ്റ് ചെയ്യുമ്പം എല്ലാവരും പെട്ടെന്ന് കുടുംബത്തിൽ അറിയും, വളരെ തീ പോലെ വാർത്ത പടരും, വിശേഷമുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു വാർത്ത, പെഹലി മിത്ലി കി ഖബർ പാക്കർ ഗർഭ സെഹലാക്കർ ഝൂല ഝുലാനെ ആത്തി ഹെ മോസിയ. കുഞ്ഞമ്മമാർ ഊഞ്ഞാലാട്ടാനും ആ ഒരു വയറൊന്ന് തടവി കൊടുക്കാനും, എന്നുവെച്ചാൽ ഒരു പുതിയ ജന്മം നൽകുമ്പം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്, അങ്ങനെ ചോദിക്കാൻ കുഞ്ഞമ്മമാർ വരികയാണ്. ഓർ ലേത്തി ഹേ അന്തറിം റപ്പട്ട്. എന്നിട്ട് അവർ വന്നിട്ട് അന്തറിം റപ്പട്ട് എന്ന് വെച്ചാൽ റിപ്പോർട്ട്. അന്തറിം വളരെ ഡീപ്പായിട്ടുള്ള, നമ്മൾ ആരോടും ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ, എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ മാനസികമായിട്ട്. കാരണം ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ ഈ ശരീരം ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ശരീരത്തിൻ്റെ വളർച്ചയും അത് മനസ്സിനുണ്ടാവുന്ന ഒരു ടെൻഷനും, അതെല്ലാം വളരെ ഡീപ്പായിട്ടുള്ള ഇഷ്യൂസ്, ഗൈനിക് ഇഷ്യൂസ് എല്ലാം ഇവർ ചോദിച്ചറിയും. ഇല്ല, ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് എഴുതുന്നത് പോലെ, ഈ ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് എടുക്കുന്നത് പോലെ ഇവർ ചോദിച്ചറിയും. എന്തിൻ്റെയൊക്കെ റിപ്പോർട്ടാണ്? ഗ്രഹചക്ര, ബിസ്തർ ഓർ ഖുദ്ര ഉദാസിയോം കി. ഗ്രഹചക്ര, നിൻ്റെ കുടുംബപരമായി. കാരണം ഒരു ഗർഭിണിക്ക് ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അതാണ് ബിസ്തർ കെ, ആ സമയത്തുള്ളൊരു മാറ്റം. പിന്നെ സകല ഗ്രഹചക്ര, വീട്ടിലുള്ള എല്ലാ റിലേഷൻഷിപ്സുമായിട്ടുള്ള എങ്ങനെയാണ് നിൻ്റെ കാര്യങ്ങൾ. ഖുദ്ര ഉദാസിയോം കി. ഖുദ്ര എന്ന് വെച്ചാൽ സമസ്ത വിഷമങ്ങൾ, ആ സമയത്തുണ്ടാകുന്ന ഏത് ടെൻഷനും ഏത് വിഷമവും. കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, കഴിക്കുമ്പോൾ ഉടനെ ഛർദ്ദിക്കാൻ വരിക, ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുന്നില്ല, ഇഷ്ടമുള്ള പോലെ പൊസിഷനിൽ ഉറങ്ങാൻ പറ്റത്തില്ല, എപ്പോഴും ടോയ്ലറ്റിൽ പോകേണ്ടി വരിക, അങ്ങനെ ഒരു ഗർഭിണിക്ക് നേരിടേണ്ട ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെയൊക്കെ പരിഹാരം ഈ കുഞ്ഞമ്മമാരുടെ കയ്യിലുണ്ട്. കാരണം അവരൊക്കെ ഈ സ്റ്റേജിൽ നിന്ന് കടന്നു പോയവരാണ്.
അപ്പോൾ അവർ വരികയാണ്. കേസെ ആത്തി ഹെ വേ ബാരിഷ് മേ ധൂപ് കി തര ആത്തി ഹെ. മഴ കഴിഞ്ഞ് വെയിൽ വരുന്ന ഒരു സുഖാനുഭൂതിയാണ് ഈ കുഞ്ഞമ്മമാരുടെ വരവ് നൽകുന്നത്. തോടെ സമയക്കേലിയേ ഓർ അച്ചാനക്, അല്പനേരത്തേക്കാണെങ്കിലും വളരെ സന്തോഷം നൽകുന്ന ഒരു വരവാണ് കുഞ്ഞമ്മമാരുടേത്. और हाथ के बुने स्वेटर, इंद्रधनुष, तिल के लड्डू और सदोर की साड़ी लेकर आती हैं झूला झुलाने. എള്ളുണ്ട പിന്നെ സ്വെറ്ററെല്ലാം തയ്ച്ച് അതെല്ലാം ഈ സദോറിൽ സാഡിയിൽ വളരെ ഭദ്രമായിട്ട് ഒരു ഗിഫ്റ്റായിട്ട് കൊണ്ട് കൊടുക്കും. ഓർ ഝൂല ഝുലാത്തി ഹെ, ഊഞ്ഞാലൊക്കെ ആട്ടി. പെഹലി മിത്ലി കി ഖബർ പാക്കർ ആത്തി ഹെ, ആ ഒരു ആദ്യത്തെ ഗർഭാവസ്ഥയുടെ ആ ഒരു വിശേഷം അറിഞ്ഞാണ് ഓടി വരുന്നത്. और गर्भ सहलाकर लेती है अंतरिम रपट, ഗ്രഹചക്ര, ബിസ്തർ और खुदरा उदासियों की. വളരെ സാവകാശത്തിൽ വയറൊക്കെ തലോടി എന്തൊക്കെയുണ്ട് വിശേഷം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അമ്മമാരോട് പറയാനൊക്കാത്ത കാര്യങ്ങൾ കുഞ്ഞമ്മമാരോട് ഷെയർ ചെയ്യും. അങ്ങനെ ഈ കുഞ്ഞമ്മമാരുടെ വരവ് ആണ് ഈ ഒരു കവിതയിൽ അനാമിക വിവരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ കുഞ്ഞമ്മമാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഝാഡ്ത്തി ഹേ ജാലേ, സംഭാൽത്തി ഹേ ബക്സേ. പിന്നെ വന്നങ്ങ് ക്ലീനിങ് തുടങ്ങും. പെൺകുട്ടിയുടെ മുറിയും എല്ലാം സ്വന്തം വീട് പോലെ എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കും. സംഭാൽത്തി ഹേ ബക്സേ, പിന്നെ ഈ പ്രസവത്തിനുള്ള തയ്യാറെടുപ്പ്, തുണികളെല്ലാം മടക്കി വെക്കുന്നത് എല്ലാം ഒതുക്കി കൊടുക്കും. കാരണം ആ സമയത്ത് ഈ പെൺകുട്ടിക്ക് അതൊക്കെ ചെയ്യാനുള്ള മാനസികാവസ്ഥ ആയിരിക്കില്ല. ഈ കുട്ടി ശരീരത്തിൻ്റെ ഉള്ള ഈ ഒരു വളർച്ചയെ ഓർത്ത് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ കാര്യങ്ങളെല്ലാം വിട്ടുപോകുന്നത്. അതെല്ലാം കുഞ്ഞമ്മമാർ വന്ന് ചെയ്യും. മെഹനത് സേ സുൽझാത്തി ഹെ ഭീതർ തക് ഉൽझേ ബാൽ. എന്നിട്ട് മുടിയൊക്കെ വളരെ ചീവി കൊടുക്കും. മുടിയൊക്കെ അതിനെ ചെടയെല്ലാം മാറ്റി തടവി കൊടുക്കും. കർ ദേത്തി ഹെ ചോട്ടി പാട്ടി. ചോട്ടി പാട്ടി കറിഞ്ഞാൽ പിന്നി കൊടുക്കുക, മുടിയെല്ലാം ഇതൊക്കെ ഒരു കാഴ്ചയാണ് പണ്ടത്തെ കാലഘട്ടത്തിൽ. ഒരുമിച്ച് കസിൻസൊക്കെ വന്ന് ഈ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുക. ആക്ച്വലി ആ സമയത്ത് ഇവർ വളരെ ഡീപ്പായിട്ട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും ഈ ഒരു പ്രക്രിയയിൽ. और डांटती भी जाती है कि रे पगली तू किस धुन में रहती है कि बालों की गांठें भी तुझसे ठीक से निकलती नहीं. എന്നിട്ട് വളരെ സ്നേഹത്തോടെ വഴക്ക് പറയുകയും ചെയ്യും. നീ എന്തൊക്കെയാണ് ഈ പെൺകുട്ടി ചെയ്യുന്നത്, നിൻ്റെ മുടിയുടെ ഈ ചെട കളയാൻ പോലും നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് വലിയ അമ്മാമ്മമാരെ പോലെ ഇവർ ഈ പെൺകുട്ടിയുടെ മുടിയൊക്കെ ചീവി കൊടുക്കും, തലോടി കൊടുക്കും, പിന്നി കൊടുക്കും. ഝാഡ്ത്തി ഹെ ജാലേ, സംഭാൽത്തി ഹെ ബക്സേ, मेहनत से सुलझाती है भीतर तक उलझे बाल, कर देती है चोटी पाटी और डांटती भी जाती है कि रे पगली तू किस धुन में रहती है कि बातों की गांठें भी तुझसे ठीक से निकलती नहीं. അങ്ങനെ വളരെ സ്നേഹത്തോടെ വളരെ അവകാശഭാവത്തോടു കൂടി സ്നേഹത്തോടെ വഴക്ക് പറയാൻ പറ്റിയ ബന്ധുക്കളാണ് ഈ കുഞ്ഞമ്മമാർ. എന്നിട്ട് തലോടി കൊടുത്ത് മുടിയൊക്കെ ചീവി കൊടുത്ത് ആ നിമിഷങ്ങളിലെല്ലാം ഈ പെൺകുട്ടിക്ക് ഷെയർ ചെയ്യാനുള്ള പല കാര്യങ്ങളും അവർ പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യും. बालों के बहाने वे गांठें सुलझाती हैं जीवन की, करती हैं परिहास, सुनाती हैं किस्से और फिर हंसती हंसाती दबी सधी आवाज़ में बताती जाती हैं. देखो, ബാലോं കെ ബഹാനെ, മുടി ചീവാനിരിക്കുന്ന വെറും ഒരു എക്സ്ക്യൂസാണ് ബഹാനെ. ബഹാന കർണ മീൻസ് വെറുതെ ഒരു പേരാണ്. മുടി ചീവാനിരിക്കുന്നു, ഗാഠേ സുൽझാത്തി ഹെ, ആ ചെടയെല്ലാം ഉടക്കിയിരിക്കുന്ന മുടിയെല്ലാം നേരെയാക്കുന്നു. കർത്തി ഹെ പരിഹാസ്, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കളിയാക്കുന്നു പെൺകുട്ടിയെ. സുനാത്തി ഹെ കിസ്സേ, പല പല ഇൻസിഡൻസ് ഇതുപോലെ മറ്റ് ഗർഭിണികളുടെ കാര്യവും അവർ പ്രഗ്നൻ്റ് ആയപ്പോഴുള്ള സിറ്റുവേഷൻസ്, കഥകൾ അതെല്ലാം ഇങ്ങനെ രസകരമായി പറയും. और फिर हंसती हंसाती दबी सधी आवाज़ में बताती जाती है चटनी अचार मूंग बड़िया और बेस्वाद संबंध. എന്നിട്ട് വളരെ അടക്കി പിടിച്ച് ദബി സധി ആവാസ്മേ, എന്നിട്ട് വളരെ വോയിസ് താത്തിയിട്ട് വേറെ ആരും കേൾക്കാത്ത രീതിയിൽ ചട്നി അച്ചാർ മൂങ് ബടിയ, ചട്നി ഉണ്ടാക്കുന്ന കാര്യങ്ങളും അച്ചാറിൻ്റെ കാര്യങ്ങളും, മൂങ് ബടിയ ഇതുപോലെ ചെറിയ ദാൽ, മൂങ്കക്കി ദാൽ കൊണ്ടുണ്ടാക്കുന്ന മിക്സ്ചർ പോലത്തെ ഒരു ഈറ്റബിളാണ്. അതെല്ലാം അതിനെപ്പറ്റിയൊക്കെ പറയും. എന്നിട്ട് ഓർ ബേസ്വാദ് സംബന്ധ് ചട്പട്ടാ ബനാനെ കെ ഗുപ്ത് മസാലെ. ബേസ്വാദ് സംബന്ധ്, റിലേഷൻഷിപ്സ് ചില സമയത്ത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് പോവും, ചില സമയത്ത് നമ്മുടെ റിലേഷൻഷിപ്പിനൊരു ഊഷ്മളത ഇല്ലാതെ വരും.
അതിനെയാണ് ബേസ്വാദ് സമ്പത്ത് എന്ന് പറയുന്നത്. സ്വാദില്ലാതെ വരും. കാരണം ഡെയിലി ഇങ്ങനെ ഒരേ ഫാമിലിയിൽ താമസിക്കുമ്പോൾ അതിനൊരു പുതുമ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനത്തെ ബേസ്വാദ് സംബന്ധക്കോ ചട്പട്ട ബനാനേക്കെ നുസ്കെ, അങ്ങനത്തെ റിലേഷൻഷിപ്സിനെ ഒന്ന് ഫയറപ്പ് ആക്കാൻ വേണ്ടി, ഒന്ന് ഫ്ലെയിമപ്പ് ആക്കാൻ വേണ്ടി, ഒന്നുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി, അത് ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പും ആകാം, ഭർത്താവുമായിട്ടുള്ളതാകാം, അമ്മായിയമ്മയായിട്ടുള്ളതാകാം, എല്ലാത്തിനും ഒരു ഒരു പുതുമ, ഒരു ഉണർവ് നൽകാൻ വേണ്ടി ഉള്ള ഗുപ്ത് മസാലെ ഓർ നുസ്ഖെ, ചെറിയ ചെറിയ സീക്രട്ട് ടിപ്സ്, മസാലെ എന്ന് വെച്ചാൽ സീക്രട്ട് ടിപ്സ് പറഞ്ഞു കൊടുക്കും. ഓർ നുസ്ഖെ, ചെറിയ ചെറിയ ക്യാപ്സൂൾസ് പറഞ്ഞു കൊടുക്കും, ഫോർമുലാസ് പറഞ്ഞു കൊടുക്കും. നുസ്ക എന്ന് വെച്ചാൽ ഫോർമുല എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ നോക്കൂ, ഇങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെയാകാം. അപ്പോൾ മുടി ചീവാനിരിക്കുന്നു, പ്രത്യക്ഷമായിട്ട് വെളിയിലുള്ളവർ ഇവർ ചട്നി അച്ചാറിനെ പറ്റിയൊക്കെയാണ് പറയുന്നതെന്ന് തോന്നുന്നു, ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റി പറയാണോ ഇവരിതാണല്ലോ പറയുന്നത് എന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇവർ പറയുന്നത് എന്താണ്? ബേസ്വാദ് സംബന്ധ് കെ ബാരേമേ, ബേസ്വാദ് സംബന്ധ് കോ ചട്പട്ട കൈസേ ബനായ ജാ സക്താ ഹൈ, ഒരു സ്വാദും ഇല്ലാത്തതിനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആക്കുന്ന എങ്ങനെയാണ്, ഒരു സ്വാദും ഇല്ലാത്ത റിലേഷൻഷിപ്പിനെ എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആക്കി മാറ്റാം എന്നതിൻ്റെ ഉള്ള ചെറിയ ചെറിയ ടിപ്സാണ് ഈ കുഞ്ഞമ്മമാർ പറഞ്ഞു കൊടുക്കുന്നത്. സാരിയൂൻ തക്ലീഫോं के जिन पर ध्यान भी नहीं जाता ഓരോങ്ക ദൂസരോങ്ക, ഓരോങ്ക എന്ന് വെച്ചാൽ അന്യരുടെ, മറ്റുള്ളവരുടെ ശ്രദ്ധ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസിൽ പോകുകയില്ല. ഒരു കുട്ടി ആദ്യമായിട്ട് ഗർഭവതിയാവുമ്പോൾ, ഒരു പെൺകുട്ടി ആദ്യമായിട്ട് ഗർഭവതിയാവുമ്പോൾ തൻ്റെ ഉദരത്തിലുള്ള ശിശുവിനെക്കുറിച്ചും ചിന്തയുണ്ട്. അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ പറ്റിയും അവർ ചിന്തിക്കണം. അപ്പോൾ അത് ചിലപ്പോൾ ആ കുട്ടിക്ക് അറിയില്ലായിരിക്കും, കാരണം അത്ര പക്വത കാണില്ല. ഈ കുഞ്ഞമ്മമാർ അതെല്ലാം പറഞ്ഞു കൊടുക്കും. സാരിയും തക്ലീഫും തക്ലീഫ് എന്ന് വെച്ചാൽ മുഷ്കിൽ, ബുദ്ധിമുട്ട്, എല്ലാ ബുദ്ധിമുട്ടുകളുടെയും ഒരു സൊല്യൂഷനായിട്ടാണ്, ഒരു ഒറ്റമൂലിയായിട്ടാണ് ഈ കുഞ്ഞമ്മമാരുടെ വരവ്. ഒരു മഴ കഴിഞ്ഞ് വെയിൽ വരുന്ന ഒരു സുഖാനുഭൂതി നൽകി, ഒരു റെയിൻബോ നിറം പോലെ കയ്യിൽ കുറേ ഗിഫ്റ്റ്സുമായിട്ട് ഗർഭം തലോടി ഊഞ്ഞാലാട്ടി മുടിയൊക്കെ ഇങ്ങനെ ചീവിക്കൊടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ തനിക്കുള്ള വിഷമങ്ങളുടെ എല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഈ കുഞ്ഞമ്മമാർ പണ്ട് വരാറുള്ളായിരുന്നത്. आँखों के नीचे धीरे धीरे जिसके पसर जाते हैं साए और गर्भ से रिश्ते हैं महीनों चुपचाप खून के आंसू से, 40 के आसपास के अकेलेपन के उन काले कथई चकतों का मौसियों के वैदक में एक ही इलाज है. അപ്പോൾ ഈ മോസിമാരുടെ വരവ്, കുഞ്ഞമ്മമാരുടെ വരവ് ഈ ഗർഭവതിയായ സ്ത്രീക്ക് മാത്രമല്ല, ആ വീട്ടിൽ തന്നെ 40-50 വയസ്സൊക്കെ ആയ മീനോപോസിലെത്തി നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. കാരണം ഒരു കുട്ടി ഗർഭവതിയാവുമ്പോൾ നാച്ചുറലി ആ വീട്ടിലെ മുതിർന്ന സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങളും ജോലിയും തിരക്കും ഒക്കെ കൂടുകയാണ്. അവർക്ക് അവരുടെ ഫാമിലി, അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കാനൊന്നും സമയം കാണില്ല. പക്ഷേ അവർക്ക് ഒരുപാട് ഡിപ്രഷൻസ് കാണും. അവരെ ആരും മൈൻഡ് ചെയ്യില്ല, കാരണം എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഗർഭവതിയായ സ്ത്രീയും കുഞ്ഞുങ്ങളെയൊക്കെയാണ്. പക്ഷേ അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. വോ ഖൂൻ കെ ആസു പീത്തെ എന്നാണ് പറയുന്നത്. അവർക്ക് ഡിപ്രഷനും വിഷമവും, ഖൂൻ കെ ആസു പീന ഒരു മുഹാവരയാണ്, ഒരു യൂസേജാണ് ഹിന്ദിയിൽ. എന്ന് വെച്ചാൽ വളരെ വിഷമിച്ച് ടെൻഷനിൽ ജീവിക്കുക. അവരുടെ ടെൻഷനിലും അവർക്ക് ഉണ്ടാവുന്ന മാനസിക പിരിമുറുക്കത്തിനും ഒരു അയവ് വരും ഈ കുഞ്ഞമ്മമാരുടെ വരവ്. ഉൻകെ ആँखों के नीचे धीरे धीरे പസർ ജാത്തേ ഹേ സായേ, അവരുടെ കണ്ണുകളുടെ താഴെ ഒരു ബ്ലാക്കിഷ് ടിഞ്ച് വരും ഒരു മീനോപോസ് എത്തുമ്പം, ആ ഹോർമോണൽ ചേഞ്ച് വരുമ്പം. അതിൻ്റെ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ ഗർഭസേ റിസ്തേ ഹേ മഹീനോ ചുപ് ചാപ്പ് ഖൂൻ കെ ആസൂസേ, അവരുടെ ആ ഒരു മെൻസ്ട്രൽ സൈക്കിൾ, ആ ഓരോ മാസവും അതൊരു കരച്ചിൽ പോലെ, ഗർഭപാത്രത്തിൻ്റെ കരച്ചിൽ, അത് നിൽക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു ശാരീരിക ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. മെഡിക്കൽ ടേംസിൽ അതിനെ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയും, ഡിപ്രഷൻ എന്ന് പറയും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ ഇറിറ്റേറ്റഡ് ആവും പെട്ടെന്ന്, കാരണം ഇതൊക്കെ അങ്ങോട്ട് ആകുമ്പോൾ അവർക്ക് എന്തുവാന്ന് ആക്ച്വലി മീനോപോസ് ഡിസ്റ്റർബൻസ് ആണെന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അമിതമായി കഴുത്തിൻ്റെ അവിടെയൊക്കെ വളരെ ചൂട് അനുഭവപ്പെടുക, ഹോട്ട് ഫ്ലാഷ്, ഇങ്ങനെ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാത്ത ഒരു രീതിയിലുള്ള ഒരു ചൂട് അനുഭവപ്പെടുക, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, ഇതെല്ലാം ഈ ഒരു മാറ്റങ്ങൾ എല്ലാം അവരുടെ കണ്ണിൻ്റെ താഴെ ഒരു ഡാർക്ക്നെസ്, നമുക്ക് ടെൻഷൻ കൂടുമ്പോഴാണ് ആ കണ്ണിൻ്റെ താഴെ ഒരു ഡാർക്ക്നെസ് ഫീൽ ആവും.
കാലേ കഥൈ ചക്തോങ്ക, ഒരു ബ്ലാക്കിഷ് ഒരു ഷെയ്ഡ്, ഒരു ഗ്രേയിഷ് ബ്ലാക്കിഷ് ഷെയ്ഡ് നമ്മുടെ കറുപ്പ് വീഴും കണ്ണിൻ്റെ താഴെ. മോസിയോം കെ വേദക് മേ ഏക് ഹി ഇലാജ്, പക്ഷേ ഈ കുഞ്ഞമ്മമാരുടെ കയ്യിൽ അതിനുള്ള പരിഹാരവുമുണ്ട്. അപ്പോൾ ഈ കുഞ്ഞമ്മമാരുടെ വരവ് വീട്ടിലെല്ലാവർക്കും സന്തോഷം നൽകുന്നു. ബന്ധുക്കളുടെ വരവ് എല്ലാവർക്കും ഒരു ഉന്മേഷം നൽകുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഗർഭവതിയെ കാണാൻ വന്നതെങ്കിലും അവരുടെ ആ പ്രായം ചെന്ന സ്ത്രീകൾ ആ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും ഒരു സന്തോഷമാണ്. കാരണം ഇത് എന്താണ്, ഇൻകെ പാസ് ഏക് ഹി ഇലാജ് ഹേ, ഹസി ഓർ കാലി പൂജ. അവരുടെ കയ്യിൽ 2 സൊല്യൂഷനുമായിട്ടാണ് അവർ വരുന്നത്. ഒന്ന് ഹസി, ചിരിപ്പിച്ച് നമ്മുടെ വിഷമങ്ങൾ മാറ്റും. രണ്ടാമത് കാലി പൂജ. കാലി മാത നമുക്കറിയാം, ദുർഗാമാത. കാലി നല്ല സംഹാര ശക്തിയുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു ദേവിയാണ്. അത് കാലി പൂജ ഈ കവയിത്രി പറഞ്ഞത്, അനാമികയെ വിളിച്ചപ്പം പറഞ്ഞത്, ഇവരുടെ ബീഹാറിലാണ് ഇവർ ബേസിക്കലി, ഇവർ താമസിക്കുന്ന ഡൽഹിയിലാണെങ്കിലും ഇവർ ബീഹാറിലെ നേറ്റീവാണ് അനാമിക. അപ്പോൾ അവരുടെ ഗ്രാമത്തിൽ ഈ ഒരുപാട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ വിധവയാവുന്ന സ്ത്രീകളുണ്ട്. പിന്നെ അല്ലാതെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് എല്ലാം ഒരു പാകം വന്ന സ്ത്രീകളുണ്ട്, വിധവകളും. അവരെ ഇവരൊരു ദൈവിക ശക്തിയുള്ളവരായിട്ട് കാണും. കാരണം വേറെ ഒന്നുമല്ല, ജീവിതത്തിലെ പല ടെൻഷൻസും അനുഭവിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പാകം വരും. അപ്പോൾ അവർക്കൊരു കാളി മാതാടെ ശക്തി ഉണ്ടെന്നായിട്ടാണ് ഇവർ കരുതുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വിഷമങ്ങളൊക്കെ ഉള്ള സ്ത്രീകൾ ഈ ലേഡിയുടെ അടുത്ത് പോവുകയും അവർക്കൊരാശ്വാസം കിട്ടുകയും ചെയ്യും. കാരണം ഒരുപാട് ദുഃഖം അനുഭവിച്ച സ്ത്രീ ബാല്യകാലത്തിൽ തന്നെ വിധവയാകുകയും സമൂഹത്തിൽ നിന്ന് അവഗണന നേരിടുകയും ചൂഷണം നേരിടുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകൾ, ഒരുപാട് ടെൻഷനുള്ള, ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മളൊരു ചെറിയ കാര്യമായിട്ട് ചെല്ലുമ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ വിഷമം ആക്ച്വലി ഒന്നുമല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ മോസിമാരുടെ കയ്യിൽ എല്ലാവരുടെയും വിഷമം മാറ്റാനുള്ള ഒരു ഒറ്റമൂലിയുണ്ട്. ഗർഭവതികൾക്കുള്ള ടെൻഷന് മാറ്റിക്കൊടുക്കും. അതുപോലെ തന്നെ 40-50 വയസ്സിലുള്ള മധ്യവയസ്കരായുള്ള സ്ത്രീകളുടെ വിഷമവും ഇവർ മനസ്സിലാക്കും. അവർ കളിയിലൂടെ അത് സോൾവ് ചെയ്യാൻ നോക്കും. എന്നിട്ടും തീർന്നില്ലെങ്കിൽ കാലി പൂജ, ഇങ്ങനെ ആ ഗ്രാമത്തിലുള്ള മുതിർന്ന അവരുടെ അടുത്ത് ചെന്ന് അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഈ മോസിമാർ, ഈ കുഞ്ഞമ്മമാർ സഹായിക്കും. और पूरे मोहल्ले की അമ്മാഗിരി, പൂരെ മൊഹല്ലേക്ക്, ആ തെരുവിലുള്ള എല്ലാവരുടെയും ഒരു നേതാവായിട്ടാണ് ഈ കുഞ്ഞമ്മമാർ. എല്ലാത്തിനും പരിഹാരം ഞങ്ങളുടെ കയ്യിലുണ്ട്. അമ്മാഗിരി കർണ ഒരു ദാദാഗിരി കർണ പോലാണ്. ഇതൊക്കെ എനിക്കറിയാം, ഇതൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്താൽ മതി എന്ന് ഇവർ പറയുമ്പോൾ ഈ സ്ത്രീകൾക്കും തോന്നും ശരിയാണ്. കാരണം അന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ ഇന്നത്തെ പോലെ സ്ത്രീകൾ ജോലിക്ക് പോവുകയും കൊളീഗ്സിൻ്റെ അടുത്ത് ഇതൊക്കെ ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ചാറ്റ് ചെയ്ത് വീട്ടുകാരോട് ഉടനെ ഫോൺ ചെയ്ത് പ്രശ്നപരിഹാരം നേടുന്ന സിറ്റുവേഷനല്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സ്ത്രീകളുടെ ഉള്ളിൽ തന്നെ നിന്ന് നീറുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനത്തെ കാലഘട്ടത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. അവിടെയാണ് ഈ റിലേറ്റീവ്സിൻ്റെ വരവൊക്കെ വളരെ ആശ്വാസം നൽകിയിരുന്നത്. കവയിത്രി അവസാനത്തെ പദ്യാംശത്തിൽ പറയാണ്, 20वीं शती की कूड़ा गाड़ी लेती गई खेत से कोड़ कर अपने जीवन की कुछ ज़रूरी चीज़ें. ഈ 20ാം നൂറ്റാണ്ട് വന്നതിന് ശേഷം അതൊരു വേസ്റ്റ് വണ്ടി വരുന്ന പോലാണ്. നമ്മൾ ഈ ചവറ് വണ്ടി ലോറികൾ വരത്തില്ലേ, അവിടെ ഇവിടെയും കിടക്കുന്ന എല്ലാ വേസ്റ്റും എടുത്തുകൊണ്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഖേത് സെ കോഡ്കർ, നോർത്തിലൊക്കെ വളരെയധികം കൃഷി സ്ഥലമാണ്. അതിലും കൃഷിയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ബാക്കി വേസ്റ്റ് എല്ലാം ചിലർ അവിടെ ഇരുന്ന് കത്തിക്കും. അത് പിന്നെ വളരെ എൻവയൺമെൻറ്റൽ ഇഷ്യൂ ആവുന്നത് കാരണം അതിനെല്ലാം വണ്ടിയിൽ വന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ ഖേത് സെ കോഡ്കർ ലേ ജാനേ വാലി ഈ കൂടാ ഗാഡിമേ 20वीं शतीനെ 20ാം നൂറ്റാണ്ട് ഒരുപാട് ബന്ധങ്ങളും കൂടെ അങ്ങ് വേസ്റ്റിലേക്ക് കൊണ്ടുപോയി. ഒരുപാട് ബന്ധങ്ങളും ആ വേസ്റ്റ് വണ്ടിയിലിട്ടങ്ങ് കൊണ്ടുപോയി. എങ്ങനെയാണ്, ജീവൻ കി വോ ജറൂരി ചീജേൻ തീ, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായിരുന്നു. മോസിപ്പൻ, ബുവാപ്പൻ, ചാച്ചിപ്പൻ തീ, അമ്മാഗിരി, മഗ്ന്, സാരേ ഭുവൻ കി, എല്ലാം ഭുവൻ ഈ ലോകമാകുന്ന ഭവനത്തിൻ്റെ എല്ലാ അത്യാവശ്യ കാര്യങ്ങളും ആ വേസ്റ്റ് വണ്ടി എടുത്തുകൊണ്ട് പോയി കളഞ്ഞല്ലോ എന്ന് വിലപിക്കുകയാണ് കവയിത്രി. മോസിപ്പൻ കുഞ്ഞമ്മമാരെ കൊണ്ടുപോയി, ബൂവാപ്പൻ അപ്പച്ചിമാരെ കൊണ്ടുപോയി, ചാച്ചി പന്തി ചാച്ചികളെ കൊണ്ടുപോയി. ചാച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ ചിറ്റമ്മ, അവരെയൊക്കെ എടുത്തുകൊണ്ട് പോയി. അവരൊന്നും ഇപ്പം ഇല്ല. നമുക്ക് ഈ ബന്ധങ്ങളെല്ലാം അന്യപ്പെട്ടു പോയി. ഈ ബന്ധങ്ങൾക്ക് വളരെ വാല്യൂ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം വേസ്റ്റ് കൊട്ടയിൽ, ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞ പോലെ ആയിപ്പോയി. അങ്ങനെ ഈ മോസിയ എന്ന കവിതയിൽ അനാമിക സ്ത്രീകൾക്ക് ഈ ബന്ധങ്ങൾ വളരെ അമൂല്യമായിരുന്നു.
അവരുടെ ജീവിതത്തിന് അതൊരു അവരുടെ പ്രസൻസ്, ഈ റിലേഷൻഷിപ്സിൻ്റെ പ്രസൻസ് അവർക്ക് വളരെ ആശ്വാസമായിരുന്നു. അതാണിപ്പം നഷ്ടപ്പെട്ടത്, അത് ഇല്ലാതെ പോയി. അപ്പോൾ ഇതൊരു ആഹ്വാനമാണ്. ഇനിയും നമുക്ക് ഈ ബന്ധങ്ങൾ വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. ഈ ബന്ധങ്ങൾക്കെല്ലാം ഒരു അർത്ഥമുണ്ട്. നമ്മൾ അച്ഛൻ, അമ്മ, മക്കൾ മാത്രമല്ല ലോകം, മറ്റുള്ളവരും നമുക്ക് ഒരുപാട് സപ്പോർട്ട് തരും. അപ്പോഴാണ് ഈ ആത്മഹത്യകൾ കുറയുന്നതും ഡിപ്രഷൻ ഇല്ലാതാവുന്നതും നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്നതും. ഷെയറിങ് ഇല്ലാതെ വരുന്നതാണ് ഈ കെയറിങ്ങും ഇല്ലാതെ വരുന്നു. അപ്പോൾ ഇത് രണ്ടും ഇല്ലാതെ നമ്മൾ മനുഷ്യൻ വളരെ വീർപ്പ് മുട്ടുന്നു. അങ്ങനെ ആകാൻ പാടില്ല എന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ എഴുതുന്ന കവയിത്രി എഴുതണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരുടെ ബാല്യകാലത്തിലെ അനുഭവവും ഇപ്പോഴത്തെ അവരുടെ അനുഭവവും അത് വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് കവയിത്രി ഇത് എഴുതിയത്. അപ്പോൾ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡിലൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.